ചെറുപ്പം മുതലേ പല അക്വേറിയങ്ങളിൽ ടാങ്കിൽ ഒക്കെ കുപ്പിയിലൊക്കെ ആയിട്ട് മത്സ്യങ്ങളെ വളർത്തിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും അക്വേറിയം വാട്ടർ ടെസ്റ്റ് ചെയ്യണതിനെ പറ്റി അറിയില്ല, ചിന്തിച്ചിട്ടുമില്ല. ഈടെയാണ് പലതും അതിനെപ്പറ്റി വായിക്കാനിടയായത്. വായിച്ചപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നു. അപ്പോൾ ഒരു അക്വേറിയം വാട്ടർ ടെസ്റ്റിംഗ് കിറ്റ് വാങ്ങിച്ചു. ഈ കിറ്റിൽ pH നോക്കാൻ പറ്റും, അമോണിയ, നൈട്രൈറ്റ് എല്ലാം നോക്കാൻ പറ്റും. അപ്പോൾ അമോണിയ, നൈട്രൈറ്റ് ഒക്കെ ചെടികൾക്ക് നല്ല വളമാണെങ്കിലും മത്സ്യങ്ങൾക്ക് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കണം. ഇപ്പോൾ ചെടികളുണ്ടെങ്കിൽ നൈട്രേറ്റൊക്കെ ചെടികൾ കുറേ വലിച്ചെടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ഫാഷൻ ചെടികൾ മുഴുവൻ മീനുകൾ തിന്നു തീർക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് ചെടികളായിട്ടിരിക്കണേ. അപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കേണ്ടി വന്നത്. പണ്ട് ഞാൻ ഒരു എക്കോ സിസ്റ്റം പോലെയാണ് ചെടികൾ വളർത്തും. അന്നൊന്നും പക്ഷേ ഗോൾഡ് ഫിഷിനെ അങ്ങനെ വളർത്തിയിട്ടില്ല. അന്ന് ഗോൾഡ് ഫിഷിന് വില കൂടുതലായിരുന്നു. മാത്രമല്ല ഗോൾഡ് ഫിഷ് ഇലകൾ തിന്നുന്നതിനെ പറ്റി അറിയില്ല. ബാക്കി ഞാൻ കുളത്തിന് പിടിച്ച മീനും പല മീനുകളും വളർത്തിയിട്ടുണ്ട്. ഗപ്പി, ബ്ലാറ്റി, അതൊന്നും അങ്ങനെ ഇല തിന്ന് തീർക്കില്ല. ഈ ഗോൾഡ് ഫിഷ് വളർത്താൻ തുടങ്ങിയപ്പോഴാണ് ബുദ്ധിമുട്ടായത്. ഉള്ള ഇലകൾ മുഴുവൻ തിന്ന് തീർക്കും. 12,000 റുപ്യയുടെ ചെടി വാങ്ങിച്ചിട്ട് എല്ലാം തിന്ന് തീർത്തു. അപ്പോഴാണ് പിന്നെ പ്ലാസ്റ്റിക് ചെടികളിലേക്ക് മാറിയത്. ഇത് കിറ്റിനകത്തുള്ള റിയേജൻസും ടെസ്റ്റ് ട്യൂബൊക്കെയാണ്. ഒരു ബുക്കും ഉണ്ട്. ബുക്ക് ഇതിന് വേണ്ടിയിട്ടാണ്, ലീഫ്ലെറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സിറിഞ്ച്, ഒരു നീഡിലും ഉണ്ട്. പിന്നെ ഒരു ചെറിയ മൈക്രോ സ്പൂണും ഉണ്ട്. അതൊക്കെ ഓരോ തരം ടെസ്റ്റുകൾക്ക് വെള്ളം, റിയേജൻ്റൊക്കെ എടുക്കാനുള്ള പരിപാടികളാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കസ്റ്റമർ കെയർ നമ്പറിൻ്റെ കൂടെ ഒരു വരിയും കൂടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നെഗറ്റീവ് റിവ്യൂ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഇതിനുള്ള പരിഹാരം തേടിയ ശേഷം മാത്രം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അവർ പരിഹരിച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തായാലും വിളിച്ചിട്ടുമില്ല. ഏതായാലും ഇതൊരു നെഗറ്റീവ് റിവ്യൂ അല്ല, പോസിറ്റീവ് റിവ്യൂ അല്ല. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു മാത്രം. പുതിയൊരു ഐറ്റം വാങ്ങിച്ചപ്പോൾ പരിചയപ്പെടുത്തുന്നു. ഇനി വിശദമായിട്ട് കുറച്ച് കാലം ഉപയോഗിച്ച ശേഷമല്ലേ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പല പേജുകളുള്ള ഇൻഫർമേഷൻ ബുക്ക്ലെറ്റാണ്. അതിൽ ഓരോ ടെസ്റ്റും ഓരോ തരം ടെസ്റ്റും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കളർ ചാർട്ടും ഉണ്ട്. ആ ചാർട്ട് നോക്കിയിട്ടാണ് റീഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ pH നോക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ ചാർട്ടുള്ളത്. ഇത് ചാർട്ടുകളിൽ ഒരെണ്ണം സാമ്പിളിന് കാണിച്ചാണ്. വേറെയും ചാർട്ടുകൾ ഇതിൻ്റെ കൂടെ ഉണ്ട്.